പിന്നെ ഞാനുള്ളത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ പരിസരത്താണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം. എല്ലാം കുറേ വീഡിയോ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടു കാണും കേട്ടോ. മഴ ടൈമിൽ ഇത് ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല പ്രകൃതി ഭംഗി ഒന്ന് നോക്കിക്കേ. വാവ്, അടിപൊളി വൈബാണ്. സത്യം പറയാമെങ്കിൽ ഇത് കാണാനായിട്ട് ഞാൻ വന്നതല്ല. ഞാനൊരു യാത്ര പോകാൻ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങിയതാണ് ഇവിടുത്തെ കാഴ്ച കാണാൻ കേട്ടോ. ഇത് ഒരുപാട് പിള്ളേർ സെറ്റ് കുളിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയല്ല കേട്ടോ, മറു ജില്ലയിൽ നിന്നും കൊല്ലത്തു നിന്നൊക്കെ കൊട്ടാരക്കരയിൽ നിന്നൊക്കെ ഒക്കെ ഉള്ള പിള്ളേർ കുളിക്കുകയാണ് അവിടെ നിന്ന്. അപ്പോൾ പിന്നെ കുഞ്ഞൊരു യാത്രയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. ഹായ്, കല്യാണം കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നാടാ നിങ്ങളുടെ കല്യാണം? ജനുവരിയിലെ. ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു എന്താ പറയാനാണ് ലൈഫ് ആശംസിക്കുകയാണ്. അപ്പൊ ഇവര് ചിങ്ങ 1-നാണ് ഈ കട ഇട്ടിരിക്കുന്നത്. വില കുറവാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, വില കുറവുണ്ട്. ഞാൻ ഈ കട ഇതുവരെ കണ്ടിട്ടില്ല. ക്രിസ്ത്യൻ കോളേജിന്റെ അവിടെ ഇട്ടിരുന്നത്. അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. എവിടെ വീട്? എവിടെ? നെയ്യാറ്റിൻകരയാ? അടുത്താണോ? ലവ് മാരേജ്? ഓക്കെ ഓക്കെ. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളും എല്ലാവിധ ആശംസകളും നേരണം കേട്ടോ. അവരെ ലവ് മാരേജ് ആണ്. അതിലുപരി രണ്ടുപേരും കൂടെ ഒരു തൊഴിലല്ലേ, ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി വിജയിക്കട്ടെ കേട്ടോ. അപ്പോൾ പോട്ടെ എന്നാ. ശരി, ഓക്കേടാ. പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. ഒരു ചായ ഇല്ലാത്ത എന്ത് ജീവിതം അല്ലേ, വള്ളിയില്ലാത്ത നിക്കർ പോലെയാണ്. എന്തായാലും ഞാനൊരു ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായ കുടിക്കുമ്പോൾ ഒരു കടിയില്ലാണ്ട് എങ്ങനെ? അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല ചൂട് പഴംപൊരി കേട്ടോ, നമ്മുടെ വാഴയ്ക്കൊപ്പം. എന്തായാലും ഒന്നും നോക്കില്ല, ഞാനൊരു വാഴയ്ക്കൊപ്പം അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ. അപ്പൊ പിന്നെ കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല ഒടുക്കത്തെ വെയിലും ഉണ്ട്. നമുക്കൊരു കുഞ്ഞു യാത്രയാണ് ഞാൻ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നല്ലൊരു എനർജി വേണ്ടേ. അപ്പൊ വാഴയ്ക്കൊക്കെ കഴിച്ച് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു പ്ലേസും കൂടെയാണ് ഈ കടയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. ഒരു ചെറിയ ആറും കൂടെ ഉണ്ട്. എന്തായാലും ആറൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ പഴംപൊരി മിണമിണമിണായിട്ട് അകത്തോട്ട് വിടുകയാണ് കേട്ടോ. സുഖാണല്ലോ അല്ലേ? അപ്പൊ പിന്നെ ഇന്ന് ഒരു എന്ത് പറയാനാണ്, വെറൈറ്റി കാഴ്ച എന്നതിലുപരി എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ വന്ന വഴിക്ക് നമുക്ക് എന്ത് പറയാനാണ്, നമ്മൾ എത്തിപ്പെട്ട സ്ഥലം ഇതാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ വിശേഷം വന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും എൻ്റെ വ്ളോഗിലൂടെ ക്ഷണിക്കുകയാണ് കേട്ടോ. ഒരു കുഞ്ഞു കാഴ്ച കാണാനായിട്ട് കൂടെ വന്നോളൂ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പം കണ്ട കാഴ്ച കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല. എനിക്ക് ഗൾഫിൽ കൊടുത്തുവിടാൻ കുറച്ച് ചിപ്സ് വേണം കേട്ടോ. അപ്പൊ എന്റെ ആങ്ങളയ്ക്ക് കൊടുത്തുവിടാനായിട്ട് കുറച്ച് ചിപ്സ് വാങ്ങിക്കാനായിട്ട് ഞാൻ കടകൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്തൊക്കെ കാണിച്ചു കൊടുത്തേ. ഒരുപാട് നമ്മുടെ എന്ത് പറയാൻ അനിയത്തിമാരും ചേച്ചിമാരും ആന്റിമാരും ഒക്കെ ഇരുന്ന് പണി. നിങ്ങളെല്ലാം ഈ ഗ്രാമത്തിലുള്ളവരാണോ? ഈ പ്രദേശവാസികളാണ് അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപജീവന മാർഗം ഉണ്ടല്ലേ? എന്നും തൊഴിലുണ്ടല്ലോ, എന്നും ജോലിയുണ്ടല്ലോ. 3-4 ദിവസം ജോലിയുണ്ട്. എന്നാലും നിങ്ങളുടെ വീട്ടിൽ പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകാനുള്ള വരുമാനം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലേ? എന്തായാലും കൊള്ളാം കേട്ടോ. അപ്പൊ കണ്ടോ, ഏത്തക്ക് നല്ല വൃത്തിയുണ്ട്. ആ കാര്യം പറയാണ്ടിരിക്കാവേ. നല്ല നീറ്റായിട്ട് നമ്മൾ വരുമെന്നോ ഇവിടെ വീഡിയോ എടുക്കുന്നോ ഒന്നുമില്ല കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞു പോകാൻ ഞാൻ യാദൃശ്യമായിട്ട് വന്നതാണ് അല്ലേടാ. ഇവരെ ആരും എനിക്കറിയില്ല. അപ്പൊ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം. അപ്പൊ ഈ ഏത്തക്കയുടെ തൊലി എന്ത് ചെയ്യും? പശുവിനെ കൊടുക്കും അല്ലേ? ഫാമിൽ നാള് വരും അല്ലേ? ഇവിടെ ആന്റിമാരൊക്കെ എല്ലാരും കാണിച്ചു വിടണം എല്ലാരും. അപ്പൊ പിന്നെ നമുക്ക് കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു കുഞ്ഞു പെങ്ങളുണ്ട്. പെങ്ങളോട് നമുക്ക് ഇവിടുത്തെ വിശേഷം തിരക്കാം കേട്ടോ. അപ്പൊ എടാ, ഒരു ദിവസം നീ എത്ര ഇത് എടുക്കും? അങ്ങനെയുണ്ടോ? എത്ര കൊല എടുക്കുന്നുണ്ടോ? എണ്ണ? കൊലയല്ല, കായുടെ എണ്ണമാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും ഒരു മാക്സിമം 1000-ൽ കൂടുതൽ തൊലിക്കും അല്ലേ? അപ്പൊ ഒരു കുഞ്ഞു പെങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവൾ എന്തായാലും 1000-ന് മുകളില് ഈ ചിപ്സ് ഇടാനായിട്ടുള്ള തൊലിക്കുമെന്നാണ് പറയുന്നത്. എല്ലാരും അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ എന്ത് പറയാനാണ്, ഇതില്ലാത്തപ്പോ നിങ്ങൾ തൊഴിലുറപ്പിന് പോവോ? ഇല്ല, ഇത് തന്നെയാണ് ജോലി. വർഷങ്ങൾ കൊണ്ടാടാ ഇത്? വർഷങ്ങൾ കൊണ്ട് അല്ലേ? അപ്പൊ പിള്ളേരെയൊക്കെ സ്കൂളിലാക്കിയല്ലേ? സ്കൂളിലാക്കിയിട്ട് കൊള്ളാം കേട്ടോ. എന്തായാലും നമുക്കപ്പൊ കിച്ചണിലോട്ട് പോകാവേ. ഞങ്ങളെന്നാ അങ്ങോട്ട്. ആന്റി, കാപ്പിയൊക്കെ കുടിച്ചാ നിങ്ങളെ? കാപ്പിയൊക്കെ കഴിച്ചാ? അങ്ങളെ സുഖാണല്ലോ? ഉങ്ക ഊരെങ്ക? தென்காசி.
തമിഴ്നാടാണ് കേട്ടോ, അതും പറഞ്ഞു പോകണേ. തമിഴ്നാട്. ആമാ, തെങ്കാശിയിലുള്ള ആളാണ്. ഇവിടെ ബാക്കിയെല്ലാം മലയാളികൾ അല്ലേ? ഇവിടെ ഇരിക്കുന്ന അങ്കിള് മാത്രമാണ് തെങ്കാശി. അതിനകത്തുള്ള ഓണറും തെങ്കാശിക്കാരനാണ്. ആണോ? ഓ, അങ്ങ ഇരുന്ന ഓണറോടെ അപ്പ അല്ല, മുത്തശ്ശനാ? ഇത് ഇത് അപ്പൂപ്പനാണ് കേട്ടോ. ഇവരുടെ മോന്റെ മോനുമാണ് അകത്തുള്ളത്. നമുക്ക് കാണാൻ പരിചയപ്പെടാം. കൂടെ വന്നോളൂ. അപ്പം ചിപ്സ് ആദ്യം ഈ മിഷൻ വഴി നമുക്കിത് ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ. മിഷൻ വഴി ഈ എണ്ണയിലിട്ടാണ് ആദ്യം വറുത്ത് കോരുന്നത്. ഏതാണ്ട് ഒരു അരപ്പരുവാക്കി എടുക്കും അല്ലേ? അരപ്പരുവാക്കി എടുത്തതിന് ശേഷമാണ് ആ എണ്ണയിലിട്ട് നല്ല മൂപ്പിച്ച് എടുക്കുന്നത്. അപ്പൊ ഇതില് എന്താണെന്ന് അറിയാവോ? വേറൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഇവര് ഉപയോഗിക്കുന്നത് എന്തെന്നറിയാവോ? വിറകൊന്നും അല്ല കേട്ടോ. ഇതേ കണ്ടോ, നമ്മുടെ അണ്ടിയുടെ തുണി. പച്ച മലയാളത്തിലാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാട്ടും പ്രദേശക്കാര് സംസാരിക്കുന്നത്. ആണോ അല്ലയോ? ആണല്ലേ? അതെ. എന്തോ കശുവണ്ടിയുടെ തോടാണ് ഇവര് വിറകിന് പകരം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് കുറച്ച് വാരി ഇട്ട് കൊടുക്കുകയാണ്. നല്ല ആളി കത്തുമല്ലേ? വേറെ ഒന്നും ഉപയോഗിക്കത്തില്ലേ? വിറകുണ്ട്, എന്നാൽ ഇതാണ് കൂടുതൽ അല്ലേ? ഇതിനടിയിൽ എന്ത് വിറകുണ്ടോ? അകത്ത് വെച്ചേക്കുന്നല്ലേ? ഓക്കെ. ഓ, പുളിവിറവല്ലേ? പുളിവിറവ് അകത്തുണ്ട്. അതിനുശേഷമാണ് കാഷ്യൂനട്ടിന്റെ തൊലി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ഈ മിഷൻ ഒന്ന് വർക്ക് ചെയ്യണത് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഈ മിഷൻ വഴിയാണ് കണ്ടോ ചിപ്സ് കട്ടായി, നമ്മുടെ ഏത്തക്ക കട്ടായി വരുന്നത് കേട്ടോ. അതേ ആകൃതിയിൽ. അപ്പൊ കൈപ്പണി ഇത് എളുപ്പമാണല്ലേ? അരിഞ്ഞു കൊടുക്കണ്ട, ഇത് എളുപ്പമായിട്ടുള്ള ഒരു പണിയാണ്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഫസ്റ്റ് അപ്പുറത്ത് ആദ്യം കാണിച്ചല്ലോ, ആ എണ്ണയിലിട്ട് വാരി ഇപ്പുറത്തെ എണ്ണയിൽ ഇട്ടതിന് ശേഷം ഈ എന്ത് പറയാനാണ്, ഇവിടെ ഈ ഉരുളിയിൽ ഇട്ടതിന് ശേഷമാണ് അതിൽ നിന്നാണ് മൂപ്പിച്ച് നമ്മുടെ ഈ കുട്ടയിലോട്ട് വാരി ഇടുന്നത്. കണ്ടോ ഇവിടുന്ന് എണ്ണ പിടിച്ചതിന് ശേഷം ഇത് അവര് പാക്ക് ചെയ്യും. നല്ല ശുദ്ധമായിട്ടുള്ള ചിപ്സ് ആണ്. ഇതുവഴി പോകുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കയറി ചിപ്സ് വാങ്ങിക്കുക. എന്തായാലും ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്, ഞാൻ വാങ്ങാൻ വന്നതാണ് കേട്ടോ, വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല. ജസ്റ്റ് ഇവിടുത്തെ ഈ വൃത്തിയും എടുപ്പും ഇതിന്റെ മെഷീനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോ ഒരു വീഡിയോ എടുത്തു പോകാന്ന് കരുതി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മള് 1 കിലോ ചിപ്സ് വാങ്ങിയിട്ടുണ്ട്. 300 രൂപയാണ് കേട്ടോ. അതെ, നല്ല ചൂട് ചിപ്സ് കണ്ടോ. അതിലിവര് കുറച്ച് കഴിക്കാനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, പൊളി, ഒന്നും പറയാനില്ല, സൂപ്പറാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. നമ്മുടെ നേരത്തെ കണ്ടില്ലേ ഒരു അങ്കിള്, ആ അങ്കിളിന്റെ മകനാണിത് കേട്ടോ. മകനുടെ മകനാണ് ഇത് കേട്ടോ, മനസ്സിലായോ? കൊച്ചുമോന്. അപ്പൊ 30 വർഷം കൊണ്ട് ഈ ഇവിടെ അവര് ചിപ്സും മറ്റുള്ള കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്ത് പോവുകയാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പ്രിയ സുഹൃത്ത് പറഞ്ഞു തരും. അവള് പറഞ്ഞു തരും എവിടെയാണ് എന്താണ്. എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു തരും. എടാ പറയടാ, ഇത് എവിടെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് മലയൻകീഴ് പഞ്ചായത്തിലെ മണപ്പുറം റോഡ് ആണ് ഈ ഗുഡ്ഷപ്പേട് സ്കൂളിന്റെ അടുത്തായിട്ടാണ് ഈ കമ്പനി ഉള്ളത്. അപ്പൊ പിന്നെ മനസ്സിലായി എന്റെ പ്രിയ സുഹൃത്തുക്കളെ. അടിപൊളി ചിപ്സ്, നല്ല നേച്ചുറൽ ആയിട്ടുള്ള ചിപ്സ് വേണമെങ്കിൽ ഇവിടെ വരിക, വാങ്ങിക്കുക കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും ഞാനും ഇതാ ചിപ്സും വാങ്ങി യാത്ര പോവുകയാണ്. പുതിയ വിശേഷവും പുതിയ കാഴ്ചയായിട്ട് ഓടി നിങ്ങളുടെ മുന്നിലെത്താം കേട്ടോ. ഗുഡ് ബൈ.